മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിമാൻഡ് കർവ് ഓഫ് ദ ഫേം ഫോർ വൺ വേരിയബിൾ ഇൻപുട്ടിൻ്റെ ഫസ്റ്റ് സെക്ഷനാണ് ഡിസ്കസ് ചെയ്തത്. അതായത് മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് ഓഫ് ലേബർ ഈക്വൽ ടു മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ഇൻറ്റു എം ആർ ഈക്വൽ ടു മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ഇൻറ്റു പി ഈക്വൽ ടു വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ. MRPL equal to MPL into MR equal to MPL into P equal to VMPL. ഇവിടെ MRPL കർവ് എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? MRPL കർവ് ഷോസ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് എ സിംഗിൾ വേരിയബിൾ ഫാക്ടർ. MRPL കർവ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്വാണ്ടിറ്റീസ് ഓഫ് എ സിംഗിൾ വേരിയബിൾ ഫാക്ടർ ദാറ്റ് ദ ഫേം വുഡ് ഹയർ അറ്റ് വേരിയസ് പ്രൈസസ്. ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. MRPL റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്വാണ്ടിറ്റീസ് ഓഫ് എ സിംഗിൾ വേരിയബിൾ ഫാക്ടറാണ്. ക്വാണ്ടിറ്റീസ് ഓഫ് എ സിംഗിൾ വേരിയബിൾ ഫാക്ടറാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദ ഫേം വുഡ് ഹയർ അറ്റ് വേരിയസ് പ്രൈസസ്. വേരിയസ് പ്രൈസസിൽ ഫേം യൂസ് ചെയ്യുന്ന വേരിയബിൾ ഫാക്ടേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഫേമിന് ലഭിക്കുന്ന വരുമാനം മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് ഓഫ് ലേബർ. Thus, the marginal revenue product of labor curve is the firm's demand curve. ഫേമിൻ്റെ ഡിമാൻഡ് കർവ് നമ്മൾ DL എന്നും കൂടി എഴുതിയിട്ടുണ്ടല്ലേ. MRPL ഈക്വൽ ടു DL. അതായത് ഫേമിൻ്റെ മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് ഓഫ് ലേബർ കർവ് തന്നെയാണ് ഫേമിൻ്റെ ഡിമാൻഡ് കർവ് ഫോർ ദ വേരിയബിൾ ഇൻപുട്ട് ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഫേമിൻ്റെ ഡിമാൻഡ് കർവ് ഫോർ വേരിയബിൾ ഇൻപുട്ട് എന്ന് പറയുന്നതും MRPL കർവും എന്താണ്? സെയിം ആണ്. ദ MRPL കർവ് is a downward sloping curve because of the operation of the law of diminishing returns. law of diminishing returns ൻ്റെ ഓപ്പറേഷൻ കൊണ്ട് MRPL കർവ് എന്ന് പറയുന്നത് എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. MRPL കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ് ബിക്കോസ് ഓഫ് ദി ഓപ്പറേഷൻ ഓഫ് ദ law of diminishing returns. As the market prices of the variable factor declines, firm will employ more units of the factor. മാർക്കറ്റ് പ്രൈസ് ഓഫ് വേരിയബിൾ ഫാക്ടർ ഡിക്ലൈൻ ചെയ്യുന്ന സിറ്റുവേഷനിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി വേരിയബിൾ ഫാക്ടർ ഡിക്ലൈൻ ചെയ്യുമ്പോൾ വേരിയബിൾ ഫാക്ടേഴ്സിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഡിക്ലൈൻ ചെയ്യുന്ന സമയത്ത് ഫേം എന്ത് ചെയ്യും? ഫേം വിൽ എംപ്ലോയ് മോർ യൂണിറ്റ്സ് ഓഫ് ദ ഫാക്ടർ. ഫേം കൂടുതലായിട്ട് ഫാക്ടേഴ്സിന് യൂസ് ചെയ്യും. നോക്കൂ, വേജ് റേറ്റ് കുറഞ്ഞാൽ അതാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ വേരിയബിൾ ഫാക്ടർ എന്ന് പറയുന്നത്. ഫാക്ടേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ ലേബറാണ് ഇൻപുട്ടെങ്കിൽ ലേബേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റ് ഏതാണ്? വേജസ്. വേജസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഫേംസ് എന്ത് ചെയ്യും? കൂടുതൽ എംപ്ലോയീസിന് എന്ത് ചെയ്യും? എംപ്ലോയ് ചെയ്യും. എ ഫേം വിൽ ഹയർ അഡീഷണൽ യൂണിറ്റ് ഓഫ് ആൻ ഇൻപുട്ട് സോ ലോങ് ആസ് അഡീഷണൽ റവന്യൂ ഗെയിൻഡ് ഫ്രം ദ സെയിൽ ഓഫ് ദ റിസൾട്ടിംഗ് ഔട്ട്പുട്ട് ഈസ് അറ്റ് ലീസ്റ്റ് ഈക്വൽ ടു ദി അഡീഷണൽ കോസ്റ്റ് ഓഫ് ദ ലാസ്റ്റ് യൂണിറ്റ് ഓഫ് ദ ഇൻപുട്ട് എംപ്ലോയിഡ്. ഫേം അഡീഷണലായിട്ട് ഇൻപുട്ട് ആഡ് ചെയ്യുമ്പോൾ ഫേമിൻ്റെ അഡീഷണൽ റവന്യൂ ഫേമിന് കിട്ടും. അതായത് അഡീഷണൽ ഔട്ട്പുട്ട് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഫേമിന് അഡീഷണലായിട്ട് ഇൻകം കിട്ടും. അത് ഏതിന് ഈക്വൽ ആയിരിക്കും? അഡീഷണലായിട്ട് ഇൻപുട്ട് എംപ്ലോയ് ചെയ്യുമ്പോൾ ഫേമിന് വഹിക്കേണ്ടി വരുന്ന ചിലവിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഫേം അഡീഷണലായിട്ട് ഇൻപുട്ട് ആഡ് ചെയ്യുമ്പോൾ ഫേമിൻ്റെ സെയിൽ കൂടും, ഫേമിൻ്റെ വരുമാനം കൂടും. അതായത് ഫേമിൻ്റെ സെയിൽ കൂടുക എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കൂടുമ്പോൾ സെയിൽ കൂടും, ഫേമിന് എന്ത് ചെയ്യും? കൂടുതൽ വരുമാനം കിട്ടും. ആ വരുമാനം, ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും? ഈ അഡീഷണൽ റവന്യൂ ഏതിന് ഈക്വൽ ആയിരിക്കും? ഫേം അഡീഷണലായിട്ട് ആഡ് ചെയ്ത ഇൻപുട്ട്സ്, ഫോർ എക്സാമ്പിൾ ലേബറാണെന്ന് വിചാരിക്കുക, ലേബേഴ്സിന് കൊടുക്കുന്ന വേജസിന് അത് ഈക്വൽ ആയിരിക്കും. അഡീഷണൽ ആയിട്ടുള്ള ഇൻപുട്ടിന് വാങ്ങിക്കുമ്പോൾ ചിലവ് വന്നിട്ടുണ്ടാവും അല്ലേ, അതിന് ഈക്വൽ ആയിരിക്കും ഫേമിന് ലഭിക്കുന്ന അഡീഷണൽ റവന്യൂ. എ ഫേം വിൽ ഹയർ അഡീഷണൽ യൂണിറ്റ് ഓഫ് ആൻ ഇൻപുട്ട് സോ ലോങ് ആസ് additional revenue gained from the sale of the resulting output is at least equal to the additional cost of the last unit of the input employed. The additional cost of hiring an input is called marginal expenditure. എന്താണ് മാർജിനൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? അഡീഷണൽ കോസ്റ്റ് ഓഫ് ഹയറിങ് ആൻ ഇൻപുട്ട്.
ഇൻപുട്ട് അഡീഷണലായിട്ട് ആഡ് ചെയ്യുമ്പോൾ വഹിക്കേണ്ടി വരുന്ന ചിലവ്, അതിനെയാണ് എന്താ പറയുക, മാർജിനൽ കോസ്റ്റ്. അഡീഷണലായിട്ട് ഇൻപുട്ട് ആഡ് ചെയ്യുമ്പോൾ അഡീഷണലായിട്ട് വഹിക്കേണ്ടി വരുന്ന ചിലവ്, അതിനെയാണ് മാർജിനൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അത് ഏതിന് ഈക്വൽ ആയിരിക്കും? പ്രൈസ് ഓഫ് ദ ഇൻപുട്ടിന് ഈക്വൽ ആയിരിക്കും. ദ ഫേം ഈസ് എ പെർഫെക്റ്റ് കോമ്പറ്റീറ്റർ ഇൻ ദ ഇൻപുട്ട് മാർക്കറ്റ്. ഇൻപുട്ട് മാർക്കറ്റിൽ ഫേം പെർഫെക്റ്റ് കോമ്പറ്റീറ്റർ ആണെങ്കിൽ ഫേമിൻ്റെ മാർജിനൽ എക്സ്പെൻഡിച്ചർ ആ ഇൻപുട്ട് പ്രൈസിന് ഈക്വൽ ആയിരിക്കും. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ ദ ഇൻപുട്ട് മാർക്കറ്റ് മീൻസ് ദ ഫേം ഈസ് എ പ്രൈസ് ടേക്കർ. ഇൻപുട്ട് മാർക്കറ്റിൽ ഫേം പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ് ഫേം ഇൻപുട്ട് മാർക്കറ്റിലെങ്കിൽ ഫേം എങ്ങനെയായിരിക്കും? പ്രൈസ് ടേക്കർ ആയിരിക്കും. ദിസ് മീൻസ് ദാറ്റ് ദ ഫേം ക്യാൻ ഹയർ എനി എമൗണ്ട് ഓഫ് ദ ഇൻപുട്ട് അറ്റ് ദ ഗിവൺ മാർക്കറ്റ് പ്രൈസ് ഫോർ ദ ഇൻപുട്ട്. അതായത് ഫേം ക്യാൻ ഹയർ എനി എമൗണ്ട് ഓഫ് ദ ഇൻപുട്ട്. എത്ര ഇൻപുട്ട് ഫേം ആഡ് ചെയ്താലും നിലവിലുള്ള മാർക്കറ്റ് പ്രൈസിലായിരിക്കും ഫേം അത് ആഡ് ചെയ്യുക, അല്ലേ? Thus, the firm faces an infinitely elastic horizontal supply curve for input. അതായത് ഇൻപുട്ട് മാർക്കറ്റിൽ ഫേം ഹൊറിസോണ്ടലി സപ്ലൈ കർവ് ആയിരിക്കും ഫേസ് ചെയ്യുക. ഫേം ഫേസസ് ആൻ ഇൻഫിനിറ്റ്ലി ഇലാസ്റ്റിക് ഓർ ഹൊറിസോണ്ടൽ സപ്ലൈ കർവ് ഫോർ ദ input. Perfect competition in the input market means that the firm is a price taker, and this means that the firm will hire any amount of the input at the given market price for the input. Thus, the firm faces an infinitely elastic or horizontal supply curve for the input. MRPL is greater than the wage rate. The firm should hire an additional unit of labor. If the marginal revenue product is less than the wage rate, the firm should lay off workers. അതായത് മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് ഓഫ് ലേബർ വേജ് റേറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ ഫേം അവിടെ എന്താ ചെയ്യുക? അഡീഷണൽ ആയിട്ട് ലേബേഴ്സിന് ആഡ് ചെയ്യും. MRPL is greater than the wage rate. The firm should hire an additional unit of labor. MRPL വേജ് റേറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ എന്താ സിറ്റുവേഷൻ? ഫേം വുഡ് ഹയർ അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബർ. വീണ്ടും ഫേം അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബർ ആഡ് ചെയ്യും. മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് ഓഫ് ലേബർ വേജ് റേറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ ഫേം ഹയർ ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബർ. വീണ്ടും അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബർ ആഡ് ചെയ്യും. ഇഫ് ദി മാർജിനൽ റവന്യൂ product is less than the wage rate, the firm should lay off workers. മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് വേജ് റേറ്റിനേക്കാളും കുറവാണ് വരുന്നതെങ്കിൽ ഫേം വർക്കേഴ്സിനെ പിരിച്ചുവിടും. മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് വേജ് റേറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ ഫേം അഡീഷണൽ യൂണിറ്റ് ലേബേഴ്സിന് ആഡ് ചെയ്യും. മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് ഓഫ് ലേബർ ലെസ് ദാൻ വേജ് റേറ്റ് ആണെങ്കിൽ ഫേം എന്ത് ചെയ്യും? വേജ് റേറ്റ് മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് കുറവും വേജ് റേറ്റിനേക്കാളും കുറവാണെങ്കിൽ ഫേം വർക്കേഴ്സിനെ പിരിച്ചുവിടും. ദ ഫേം ഷുഡ് ലേ ഓഫ് ദ വർക്കേഴ്സ്. ഓൺലി വെൻ ദ മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു ദ വേജ് റേറ്റ്. മാർജിനൽ റവന്യൂ പ്രോഡക്റ്റും വേജ് റേറ്റും ഈക്വൽ ആണെങ്കിൽ the firm employs the profit maximizing amount of labor. The profit maximizing condition is MRPL equal to W. Only when the marginal revenue product is equal to the wage rate. Marginal revenue product wage rate ni equal ആണെങ്കിൽ the firm employs the profit maximizing amount of labor. മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് ഓഫ് ലേബർ വേജ് റേറ്റിന് ഈക്വൽ ആണെങ്കിൽ ഫേമിന് എന്ത് ലഭിക്കുന്നു? പ്രോഫിറ്റ് മാക്സിമൈസിങ് എമൗണ്ട് ഓഫ് ലേബർ ആയിരിക്കും ഫേമിന് ഉണ്ടാവുക എന്നർത്ഥം. ദ പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷൻ ഈസ് MRPL ഈക്വൽ ടു W. MRPL ഈക്വൽ ടു W ആണെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷനാണ്. MRPL ഗ്രേറ്റർ ദാൻ വേജ് റേറ്റ് ആണെങ്കിൽ അഡീഷണൽ യൂണിറ്റ് ലേബേഴ്സിന് ആഡ് ചെയ്യും. MRPL ലെസ് ദാൻ വേജ് റേറ്റ് ആണെങ്കിൽ വർക്കേഴ്സിനെ പിരിച്ചുവിടും. ഫേം ഷുഡ് ലേ ഓഫ് ദി വർക്കേഴ്സ്. MRPL ഈക്വൽ ടു വേജ് റേറ്റ് ആണെങ്കിൽ ദ പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷനാണ്. പ്രോഫിറ്റ് മാക്സിമൈസിങ് എമൗണ്ട് ഓഫ് ലേബർ ആണ് ഫേം അവിടെ എംപ്ലോയ് ചെയ്യുക. ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും MRPL ഈസ് ദ ഡിമാൻഡ് കർവ് ഫോർ ദി ലേബർ. ഡിമാൻഡ് കർവ് തന്നെയാണ് ലേബർ കർവ്, അല്ലേ? ഡിമാൻഡ് ഫോർ ലേബർ കർവാണ്. അത് തന്നെയാണ് മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് ഓഫ് ലേബർ കർവ്. ദ ക്വാണ്ടിറ്റി ഓഫ് ദ ലേബർ ഡിമാൻഡഡ് ഇൻക്രീസസ് ആസ് ദ വേജ് റേറ്റ് ഫോൾസ്. വേജ് റേറ്റ് കുറയുന്ന സമയത്ത് ക്വാണ്ടിറ്റി ഓഫ് ലേബർ ഡിമാൻഡ് ചെയ്യുന്ന എന്താവും? ഇൻക്രീസ് ചെയ്യും. ദ ക്വാണ്ടിറ്റി ഓഫ് ലേബർ ഡിമാൻഡഡ് ഇൻക്രീസസ് ആസ് ദ വേജ് റേറ്റ് ഫോൾ. വേജസ് കുറഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ലേബേഴ്സിനെ ആഡ് ചെയ്യും, ഫേംസൊക്കെ കൂടുതൽ ലേബേഴ്സ് ഡിമാൻഡ് ചെയ്യും. കാരണം വേജ് റേറ്റ് കുറച്ച് കൊടുത്താൽ മതിയല്ലോ.
ബിക്കോസ് ദ ലേബർ മാർക്കറ്റ് ഈസ് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ്. കാരണം എന്താണ്? ലേബർ മാർക്കറ്റ് അവിടെ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ആണ്. ദ ഫേം ഫേസസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ കർവ് ഓഫ് ലേബർ. ഫേം ഫേസ് ചെയ്യുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ കർവാണ്. ദാറ്റ് ഈസ് SL കർവ്, ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു X ആക്സിസ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ. ദ ഫേം ഫേസസ് എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ കർവ് ഓഫ് ലേബർ SL ആൻഡ് ക്യാൻ ഹയർ ആസ് മെനി വർക്കേഴ്സ് ആറ്റ് ഇറ്റ് വാണ്ട്സ് അറ്റ് ദ വേജ് റേറ്റ് W* വേജ് റേറ്റിൽ മെനി വർക്കേഴ്സിനെ ഫേംസ് എംപ്ലോയ് ചെയ്യുന്നുണ്ട്. ദ ഫേം ഫേസസ് എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ കർവ് ഓഫ് ലേബർ SL ആൻഡ് ക്യാൻ ഹയർ ആസ് മെനി വർക്കേഴ്സ് ആസ് ഇറ്റ് വാണ്ട്സ് അറ്റ് ദ വേജ് റേറ്റ് W*. The profit maximizing firm will hire L* unit of labor at the point where marginal revenue product of labor is equal to the wage rate. പ്രോഫിറ്റ് മാക്സിമൈസിങ് ഫേം എത്രയാണ് ലേബേഴ്സിനെ എംപ്ലോയ് ചെയ്യുന്നത്? L* യൂണിറ്റ് ഓഫ് ലേബർ ആണ് എംപ്ലോയ് ചെയ്യുന്നത് അറ്റ് ദ വേജ് റേറ്റ് W*. To profit maximizing firm will hire L* unit of labor at the point where marginal revenue product of labor is equal to the wage rate. അവിടെ marginal revenue product of labor MRPL equal to wage rate ആണ്. നോക്കൂ, X ആക്സിസിൽ ക്വാണ്ടിറ്റി ഓഫ് ലേബർ, അപ്പോൾ L* യൂണിറ്റ് ആണ് അവിടുത്തെ പ്രോഫിറ്റ് മാക്സിമൈസിങ് ലെവൽ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിറ്റ് ഓഫ് ലേബറിന് ആഡ് ചെയ്യുന്നത്. വേജ് റേറ്റ് എന്ന് പറയുന്നത് W* ആണ്. Y ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വേജ് റേറ്റ് ആണ്. അപ്പോൾ ദ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഫേം വിൽ ഹയർ L* യൂണിറ്റ് ഓഫ് ലേബർ അറ്റ് ദ പോയിന്റ് വേർ മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് ഓഫ് ലേബർ ഏതിന് ഈക്വൽ ആയിരിക്കും? വേജ് റേറ്റിന് ഈക്വൽ ആയിരിക്കും. ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മളിന്ന് പഠിച്ചത് ഡിമാൻഡ് കർവ് ഓഫ് ദ ഫേം ഫോർ വൺ വേരിയബിൾ ഇൻപുട്ടിൻ്റെ ഡിമാൻഡ് കർവ് നമ്മൾ പഠിച്ചത് DL കർവ് ഓർ MRPL. ഇവിടുത്തെ സപ്ലൈ കർവ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ലൈൻ ആണ്, പെർഫെക്റ്റ് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്, പാരലൽ ടു X ആക്സിസ് ആണ്. ഇവിടെ ഫേം എന്ന് പറയുന്നത്, ഇൻപുട്ട് മാർക്കറ്റിലെ ഫേം എന്ന് പറയുന്നത് പ്രൈസ് ടേക്കറാണ്. അപ്പോൾ നമ്മൾ ഡിമാൻഡ് കർവ് ഓഫ് എ ഫേം ഫോർ ആൻ ഇൻപുട്ടിലെ ഡിമാൻഡ് കർവ് ഓഫ് ദ ഫേം ഫോർ വൺ വേരിയബിൾ ഇൻപുട്ടാണ് പഠിച്ചത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെവറൽ വേരിയബിൾ ഇൻപുട്സ് ആണ് പഠിക്കാനുള്ളത്.